കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സുസ്മിതേ, എവിടെയാ നീ? ഇവിടെ കുറച്ചു നേരമായിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ ആന്റി. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി നിനക്ക്? എനിക്കൊന്നും പറ്റിയിട്ടില്ല ആന്റി. പറ്റാൻ പോകുന്നത് ആന്റിക്കാ. മനസ്സിലായില്ല. സത്യഭാമെന്ന് പറഞ്ഞ ആൾക്കാർക്കൊരു ബഹുമാനവും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദരവോടെ നിന്നിരുന്നവർ നാളെ മുതൽ ആന്റിയുടെ മുഖത്ത് നോക്കി പരിഹസിച്ച് ചിരിക്കും. നീ കാര്യം പറ സുസ്മിതേ. ആന്റിയുടെ പുന്നാര മരുമകളുണ്ടല്ലോ, ശാലിനി. അവള് പ്രീതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്ക. എന്തിന്? DNA ടെസ്റ്റിന്. വേറെന്തിനാ? സത്യമാണോ നീ പറയുന്നത്? അതെ ആന്റി. പ്രീതിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അർജുനേട്ടൻ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനുള്ള DNA ടെസ്റ്റ്. ഈ വിവരം എങ്ങാനും അഥവാ പുറത്തു പോയാ ആന്റിയുടെ മാനം കപ്പല് കയറുവേ. പിന്നെ പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ തലയിൽ മുണ്ടിടേണ്ടി വരും. സത്യഭാമിക്ക് ജീവനുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് നടക്കില്ല സുസ്മിത. ആന്റി അവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാ? ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ടെസ്റ്റ് നടത്തുന്നവരും നടത്തിപ്പിക്കുന്നവരും പിന്നെ ഉണ്ടാവില്ല. സത്യഭാമയുടെ മകളുടെ കുഞ്ഞിന്റെ പിതൃത്വം പരിശോധിക്കാൻ ധൈര്യപ്പെടുന്ന ഹോസ്പിറ്റൽ ആമത്താഴിട്ട് പൂട്ടിക്കും ഞാൻ. ആ പിന്നെ ആന്റി, ഈ വിവരം അങ്കിളോ വിഷ്ണുവേട്ടനോ അറിയാൻ പാടില്ല. അറിഞ്ഞ ആന്റി വരുന്ന വിവരം അവർ ശാലിനിക്ക് ചോർത്തി കൊടുക്കും. പിന്നെ എല്ലാം തകിടം അറിയും. അവരറിയില്ല സുസ്മിത. എന്നാ പെട്ടെന്ന് വാ ആന്റി. 30 ദിവസത്തിനുള്ളിൽ പ്രീതിയുടെ പ്രശ്നം പരിഹരിക്കാമെന്ന് വാക്ക് തന്നവൾ 3 ദിവസം തികയുന്നതിന് മുൻപ് അവളെ DNA ടെസ്റ്റിന് കൊണ്ടുപോയെന്ന് കാണിച്ചു തരുന്നുണ്ട് ഞാൻ. ഈ ടെസ്റ്റ് പ്രീതിക്കല്ല ശാലിനി, നിനക്കാ. പക്ഷേ ഇതിലുറപ്പായി നീ തോൽക്കും. പിന്നെ അടഞ്ഞൊരധ്യായമായി നീ വീണ്ടും കുടുംബശ്രീ ഹോട്ടലിന്റെ ചാരക്കൂനയിലേക്ക് തന്നെ. അല്ല, അമ്മ എങ്ങോട്ടാ? അതറിഞ്ഞാലേ നീ വരൂ. അങ്ങനെ ചോദിച്ചല്ല. എന്നാ വാ കേറ്. ദാസനൊന്ന് വിളിച്ചു പറഞ്ഞേക്കാൻ വരില്ല. എന്താമ്മേ? ആരെ നീ ഇത്ര തിടുക്കപ്പെട്ട് വിളിക്കുന്നത്? ഞാൻ ദാസന് ഞാനിപ്പോ ചെല്ലുന്നില്ല എന്ന് പറയണ്ടേ? നീ ചെല്ലാതിരിക്കുമ്പോഴേ അക്കാര്യം അവന് മനസ്സിലായിക്കോളും. നിനക്ക് അപ്പോയിന്റ്മെന്റ് തന്ന് വെയിറ്റ് ചെയ്യാൻ അവൻ ആരാ? ജില്ലാ കളക്ടറോ? വിളിക്കുന്നില്ല. ഫോൺ താ. ഡ്രൈവിങ്ങിനിടയിലെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപകടം ക്ഷണിച്ചു വരുത്തുന്നത് പോലെ ആവും അത്. അമ്മ, ഞാൻ ഉപയോഗിക്കില്ല. ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാടാ കയ്യിൽ വെക്കുന്നത്? ഇതെന്റെ കയ്യിലെ ഭദ്രമായിട്ട് ഇരുന്നോളൂ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ശാലിനിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമായിരിക്കോ? നോക്കിയിരിക്കാതെ വണ്ടി എടുക്കടാ. എങ്ങോട്ടാ? ആദ്യം നീ വണ്ടി എടുക്ക, എന്നിട്ട് ഞാൻ പറയാം എങ്ങോട്ടാ പോണ്ടേന്ന്. ഉറപ്പായിട്ട് എന്തോ കുഴപ്പമുണ്ട്. വിഷ്ണു, വണ്ടി എടുക്കടാ.
സീറ്റ് ബെൽറ്റ് ഇടണ്ടേ? സേഫ്റ്റി. ആർക്കാ DNA ടെസ്റ്റ്? ഇവൾക്കാണ് ഡോക്ടർ. ഇത് വസുമതി കുഞ്ഞമ്മയുടെ മരുമകളാ ഡോക്ടർ. വസുമതി കുഞ്ഞമ്മ. അത് പിന്നെ ഡോക്ടർ, ഞങ്ങള് രാജപരമ്പരയിലുള്ളതാ. ആ രക്തത്തിൽ കലർപ്പില്ലാന്ന് ഉറപ്പ്. നാശം പിടിച്ച ആന്റി എന്താ വരാത്തെ? ശ്ശെ. അമ്മ അമ്മ എങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലോ. നീ ഞാൻ പറയുന്ന വഴി അങ്ങ് ഓടിച്ചാ മതി. അല്ലമ്മ ഇപ്പൊ ഇവിടുന്നോ? സ്ട്രെയിറ്റ് പോ, നേരെ. ഈ ആന്റി ഇനി വരില്ലേ? രണ്ടിനെയും കൈയോടെ പിടിക്കാനുള്ളൊരു സുവർണ അവസര. എടുക്കുന്നില്ലല്ലോ. അങ്ങോട്ട്. അല്ല ഇത് ഹോസ്പിറ്റലിലേക്കുള്ള റോഡല്ലേ? എന്താ ഹോസ്പിറ്റലിലേക്ക് ഓടില്ലേ ഈ കാറ്? അമ്മ ഹോസ്പിറ്റലിലേക്ക് പോണെങ്കിൽ പ്രീതി DNA ടെസ്റ്റിന് കൊണ്ടുവന്നിട്ടുണ്ടാവും അർജുൻ്റെ അമ്മ. എന്റെ ദൈവമേ, എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ശാലിനി വിളിച്ച് വിവരം പറയാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുവാഭരണം എടുക്കാനുള്ള അവകാശം പുത്തേഴത്ത് കുടുംബക്കാർക്കുള്ളതാ. മുറയുടെ കാര്യം പറഞ്ഞ് ഒരിക്കലും വടക്കേക്കരക്കാർ വന്നു. അതിന് പിന്നാലെയാ
പ്രളയം വന്ന് നാട് മുഴുവൻ വെള്ളത്തിലായത്. അതുകൊണ്ട് നാട് മുടിയണ്ടെന്നുണ്ടെങ്കി ആ അതെ മാഡം ഇവിടെ നിന്ന് ഉറക്കെ സംസാരിക്കാൻ പാടില്ല. ഒന്ന് പുറത്തേക്ക് നിൽക്കണം. ഈ ശബ്ദം പേഷ്യൻസിന് ഡിസ്റ്റർബൻസ് ആകും. ഓ സുരഭി വരുന്നു മാഡം. ഓ ഒന്നുമില്ലെന്നേ, ഒരു നരുന്ത് പെണ്ണ്. സുസ്മിതയോ? അപ്പൊ ഇത് ഉറപ്പായിട്ടും DNA ടെസ്റ്റ് തന്നെയാ. ശാലിനി വിവരം അറിയിക്കപ്പോ എന്താ ഒരു വഴി? ആന്റി വാ. വാടാ. ഞാൻ കാർ വർക്ക് ചെയ്തിട്ട് വരാം. ശരി. അമ്മ മൊബൈല് നീ അകത്തേക്ക് തന്നെയല്ലേ വരുന്നത്? അപ്പൊ ഞാൻ തരാം. അമ്മ അകത്തെത്തി പ്രീതിയെ കണ്ട എല്ലാം കുഴയുമല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശാലിനി കഴിഞ്ഞോ പ്രീതി? കഴിഞ്ഞു. അമ്മ എവിടെ? ഇവിടെ ഒരു ഉച്ചഭാഷണി വെച്ചിരുന്നത് പരിശോധനയ്ക്കിടയിൽ പ്രീതി കേട്ടില്ലേ? അതയച്ച് ഡോക്ടറുടെ ക്യാബിന് പുറത്തേക്ക് വെക്കാൻ നഴ്സ് വന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും പുറത്തേക്ക് പോയി. നമുക്കിനി അധിക സമയം ഇവിടെ നിൽക്കണ്ട. ആന്റിക്ക് ഡോക്ടറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവര് ചോദിച്ചോട്ടെ. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലെത്തണം. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ് സത്യം അറിഞ്ഞാൽ തന്നെ അത് വലിയ അപകടമാണ്. പിന്നെ അതിന് പിന്നാലെ അന്വേഷണമൊക്കെ ആയിരിക്കും. പോ. എവിടെ സുസ്മിതേ? നോക്കാൻഡി. എന്താ ഇത്? ഞാനിവിടെ നോർമൽ ചെക്കപ്പിന് തന്നെ വന്നതാ. ഇവളെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയണ്ട നീ.
ചിലപ്പോഴൊക്കെ നിനക്ക് മുന്നിൽ ചെറുതായി പോയി എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. പ്രീതിയുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ ഗർഭം നീ ഏറ്റെടുത്തപ്പോ രാഘവേട്ടൻ പറഞ്ഞു, ഒരമ്മ ചെയ്യേണ്ട പ്രവൃത്തിയാ ഒരു മടിയും കൂടാതെ ഈ ചെറുപ്രായത്തിൽ നീ ചെയ്തതെന്ന്. വസുമതിയും ഞാനുമായി ബദ്ധശത്രുതയിലായിരുന്നപ്പോഴും ഈ പ്രീതിയെയും അർജുനെയും ഒന്നിപ്പിക്കാൻ നീ മുന്നിൽ നിന്നു. ഒരിക്കലും കൂടിച്ചേരാൻ പറ്റില്ലെന്ന് കരുതിയ ബന്ധങ്ങൾ നീ വിളക്കി ചേർത്തു. അവിടേക്ക് നീ കാണിച്ച സ്നേഹം, സഹനം, ത്യാഗം, അതിനോടൊക്കെ എനിക്ക് ബഹുമാനം തോന്നിയിട്ടുണ്ട്. സത്യഭാമയ്ക്ക് അതൊക്കെ സങ്കല്പിക്കാനേ ആവും, പ്രവൃത്തിയിലെത്തിക്കാനാവില്ല. പക്ഷേ പ്രീതിയെ സ്വീകരിക്കാൻ ഉപാധികളൊന്നുമില്ലെന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച നീ ഒളിവിലും മറവിലും ഇവിടെ DNA ടെസ്റ്റിന് കൊണ്ടുവന്നപ്പോ ബഹുമാനമല്ല, ചെകിട്ടത്തുനിന്ന് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നുന്നത്. DNA ടെസ്റ്റോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? എന്റെ മോളുടെ അഭിനയെ തീരെ പോരാ. ഇവിടെ അതിലും കേമി. പക്ഷെ എത്ര വലിയ അഭിനയമാണെങ്കിലും ഈ മുഖം മൂടി എപ്പോഴെങ്കിലും അഴിഞ്ഞു വീഴും. ദാ ഇവളുടെ ഈ കുനിഞ്ഞ മുഖം, പിടയ്ക്കുന്ന കണ്ണുകൾ, ശരീരമാകെ പടർന്ന് വിറയൽ, അതൊക്കെ എന്നോട് വിളിച്ചു പറയുന്നുണ്ട് നിന്നെ എന്തു പരിശോധനയ്ക്ക് ഇവിടെ കൊണ്ടുവന്നതെന്ന്. എപ്പോഴെങ്കിലും ഇത്തിരി അലിവ് എനിക്ക് നിന്നോട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടി തീർന്നെന്ന് കരുതിക്കും. മേലിൽ സത്യഭാമയുടെ നിഴലിൽ പോലും ചവിട്ടാനിടയാവരുത് നീ. സത്യഭാമയുടെ മനസ്സിലോ വീട്ടിലോ ഇനി നിനക്ക് സ്ഥാനമില്ല. വിഷ്ണു അടക്കം ഏത് കൊടുങ്കാറ്റ് ഇളകി വന്നാലും സമാധാനം പറഞ്ഞോളാം ഞാൻ. പറഞ്ഞത് കേട്ടില്ലേ? ഇനിയെങ്കിലും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കിടന്നിങ്ങനെ ചീഞ്ഞു നാറാതെ ഒന്ന് ഒഴിഞ്ഞു മാറടി. അമ്മ ശാലിനി എങ്ങോട്ട് പറഞ്ഞയക്കുന്നത്? ശാലിനിയെ കൈയോടെ പിടിച്ചു വിഷ്ണുവേട്ടാ. അർജുൻ പ്രീതിയെ സ്വീകരിക്കുന്നതിന് ഉപാധികളൊന്നും ഇല്ലെന്നല്ലേ ഇവള് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇവള് തന്നെ DNA ടെസ്റ്റിന് പ്രീതിയെ ഇവിടെ കൊണ്ടുവന്നത് പൊക്കി. ആന്റി നമ്മുടെ വീടിനെയൊക്കെ നാണം കെടുത്തിയ ഇവളെ പറഞ്ഞയക്കാൻ പോവാ. പ്രീതി ഇവിടെ കൊണ്ടുവന്നത് DNA ടെസ്റ്റിനാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? ശാലിനി പറഞ്ഞു. ആ അതോ പ്രീതിയോ? അല്ല, അവളാണല്ലോ പറയേണ്ടത്. ഞാനിവിടെ നോർമൽ ചെക്കപ്പിന് വന്നതാ വിഷ്ണുവേട്ടാ. ഇവളങ്ങനെ പറയൂ. ശാലിനിയെ രക്ഷിക്കാൻ വേണ്ടി ഇവൾ എന്ത് കള്ളവും പറയും. ആയിക്കോട്ടെ, ചെക്കപ്പ് നടത്തിയ ഡോക്ടർ കള്ളം പറയില്ലല്ലോ. ഇല്ല, കള്ളം പറയില്ല. നമുക്ക് ഡോക്ടറെ തന്നെ വിളിക്കാം. ഒരു മിനിറ്റ്. എന്റെ അമ്മ, എന്താണിതെല്ലാം? ആൾക്കാരൊക്കെ അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാണ് സത്യഭാമയുടെ കുടുംബത്തിന്റെ മാനം. എടാ, അതിലും വലിയ മാനക്കേട് ഉണ്ടാവാതിരിക്കാൻ ഇവിടെ നിൽക്കുന്നെ. മകളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാൻ പരിശോധന നടത്തിയെന്ന് വന്നാ സത്യഭാമ പിന്നെ ജീവിച്ചിരിക്കില്ല. നീ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞത് നന്നായി. DNA ടെസ്റ്റ് എന്നൊരു വാക്ക് ഡോക്ടറുടെ നാവിൻ തുമ്പിന്നെങ്ങാനും വീണ ഇവൾ അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊരാളെ ഈ ഭൂമിയിലുണ്ടാവും. വാ ഡോക്ടർ. ആന്റി, ഇതാണ് ഡോക്ടർ.